ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തെ വലിയ നടപ്പന്തലിന് മുകളിലായി 18-ാം പടിക്ക് താഴെയായിട്ടാണ്. ഇന്നലെ ഈ ഭാഗത്താണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. അനിയന്ത്രിതമായിട്ടുള്ള തിരക്കായിരുന്നു. പോലീസ് വളരെയധികം പണിപ്പെട്ടാണ് ഈ ഭാഗത്ത് തിരക്ക് നിയന്ത്രിച്ചത്. ഇന്നും പതിവ് പോലെ വലിയ തിരക്ക് തന്നെ ഉണ്ട്. ഇപ്പോൾ പമ്പയിൽ നിന്നും എത്ര സമയമെടുത്തു ഇവിടേക്ക് എത്താൻ? ഒരു 4-5 മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട്. വരുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് വെള്ളം, ഒപ്പം തന്നെ ഈ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയോ? കിട്ടിയായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ആകെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാം, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പമ്പയിൽ നിന്ന് നമ്മൾ മല കയറി തുടങ്ങുമ്പോൾ പലയിടങ്ങളിലും ചില സ്പോട്ടുകളുണ്ടല്ലോ, കുറച്ച് നേരം നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അവിടെയൊക്കെ നിങ്ങൾക്ക് എത്ര നേരം നിൽക്കേണ്ടി വന്നു? അവിടെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങിയത് അവിടെ നിന്ന്. എന്നിട്ട് തിരക്ക് കാരണം ഞങ്ങൾ ഒരു ഇരിപ്പിടത്ത് അവിടെ തങ്ങിയിട്ട് ഇന്ന് വെളുപ്പിനാണ് ഇറങ്ങിയത്. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ബ്ലോക്കും എല്ലാം കൊണ്ടും ആ ക്രൗഡും കൊണ്ട് എല്ലാം കുറേ ഇതുണ്ടായിരുന്നു. വലിയ നടപ്പന്തൽ എത്ര സമയം നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു? വലിയ നടപ്പന്തൽ ഒരു 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നു. പൊതുവെ ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? മലകയറ്റം വളരെ കഠിനമായിരുന്നു. അതിൽ കൂടുതലൊന്നും ഭക്തർ അതാണ് പറയുന്നത്. അവർക്ക് കുടിവെള്ളം, ഒപ്പം ബിസ്ക്കറ്റ് പോലെയുള്ള ലഘുഭക്ഷണമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരാതികളൊന്നും ഭക്തർക്കില്ല. പക്ഷേ അധിക സമയം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 18-ാം പടിയുടെ ദൃശ്യം കാണാൻ സാധിക്കും. പോലീസ് തന്നെ പറയുന്നത് ഇപ്പോൾ ശരാശരി 1 മിനിറ്റിൽ 69 പേരാണ് 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറുന്നത് എന്നാണ്. പോലീസ് ഇരുവശങ്ങളിൽ നിന്ന്, 18-ാം പടിയുടെ ഇരുവശങ്ങളിൽ നിന്ന് ഭക്തരെ ഈ 18-ാം പടി ചവിട്ടി കയറാൻ സഹായിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് 3 മണി മുതൽ 4 മണി വരെയുള്ള 1 മണിക്കൂർ സമയം 4165 പേരാണ് 18-ാം പടി ചവിട്ടി കയറിയത്. അത് 4 മുതൽ 5 വരെ 1 മണിക്കൂർ സമയം 4199 പേരും 18-ാം പടി ചവിട്ടി കയറി. അത് കഴിഞ്ഞ് 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം 3861 പേരാണ് 18-ാം പടി ചവിട്ടി കയറിയത്. 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം 3572 പേരും 18-ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് മുകളിലേക്ക് ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ സമയം കൊണ്ട് തന്നെ 15,000-ത്തിലധികം പേർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിക്കഴിഞ്ഞു. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം അത് 20,000-ത്തിൽ തന്നെ നിജപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്നലെ 20,000-ത്തിലധികം പേർ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിൽ കൂടി സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. അതാണ് വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയത്. അതേതായാലും അക്കാര്യത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പറയുന്നു. വെർച്വൽ ക്യൂ സംവിധാനം അത് 70,000 തന്നെയായിരിക്കും. 1,00,000 പേരോളം സന്നിധാനത്തേക്ക് എത്തിയാലും തിരക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്ന് ഏതായാലും അധിക സുരക്ഷയൊക്കെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ NDRFിൻ്റെ ഒരു സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് NDRFിൻ്റെയൊക്കെ സേവനം നട തുറന്ന് അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആദ്യ ദിവസങ്ങളിൽ ഇല്ലായിരുന്നു. ഇന്നലെ ആ തിരക്ക് നടന്ന സമയം, തിരക്ക് സംഭവിച്ച സമയം NDRFിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഏതായാലും NDRFിൻ്റെ സാന്നിധ്യം സന്നിധാനത്ത് ഉണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.